അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വന്ദനത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകളുമായി എത്തിച്ചേർന്നു. ഇന്ന് വന്ദനത്തിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്. ബാബയുടെ അടുക്കൽ ധാരാളം ആത്മാക്കൾ അവിടെയും ഇവിടെയുമായി ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, സദ്ഗുരുവാർ ദിവസത്തിൽ രാവിലെ അമൃതവേള മുതൽ തന്നെ ബാബയുടെ അടുക്കൽ ധാരാളം കുട്ടികളുടെ സൂക്ഷ്മമായ ഓർമ്മകൾ എത്തിച്ചേർന്നു. ഇന്ന് വദനത്തിൽ അനേകം കുട്ടികൾ കാണപ്പെടുന്നുണ്ടായിരുന്നു. ദേഹം വെടിഞ്ഞുപോയ ആത്മാക്കൾ ആരെല്ലാമായിരുന്നുവോ ആ കുട്ടികളെയും ബാബ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. അവരെ പ്രതിയും ഭോഗ് വയ്ക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിനാൽ ആ കുട്ടികളെയും ബാബ എമർജ് ചെയ്യുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബ വിശേഷിച്ച സംഗമയുഗത്തിൽ വിശേഷ ആത്മാക്കളെ, സമീപ ആത്മാക്കളെ എമർജ് ചെയ്യുന്നു. ബാബയുടെ പല കുട്ടികളെയും കണ്ടു. എങ്കിലും ഇന്ന് വിശേഷിച്ച് പ്രേം ഭായിയുടെ ഓർമ്മകൾ നൽകിയപ്പോൾ ബാബയുടെ മുന്നിൽ പൂർണ്ണമായും ബാബയുടെ സമീപത്ത് പ്രേം ഭായി നിൽക്കുന്നത് കണ്ടു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബയുടെ ഓരോ കുട്ടിയും നമ്പർ വൈസാണ്. പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് പുരുഷാർത്ഥവും ചെയ്യുന്നു, തൻ്റെ ഭാഗ്യവും ശേഖരിക്കുന്നു. ഈ കുട്ടി തൻ്റെ ജീവിതകാലത്തിൽ ഏതൊരു സമയം ചെലവഴിച്ചുവോ അത് സദാ ബാബയുടെ സേവനത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ ഡോക്ടർ പ്രേംഭായി ബാബയുടെ നേർക്ക് വളരെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടിയുടെ ഉള്ളിൽ വളരെ ഗുപ്തമായ പുരുഷാർത്ഥം നടന്നു. ബാബയോടും യജ്ഞത്തോടും തീർച്ചയായും സ്നേഹമുണ്ടായിരുന്നു. തൻ്റേതായ ഏത് സേവനം ചെയ്തിരുന്നുവോ ആ സേവനത്തോട് സ്നേഹമുണ്ടായിരുന്നു. അതേ സംസ്കാരവും സേവനത്തിൻ്റെ ഭാഗ്യവും ഈ കുട്ടി തന്നോടൊപ്പം കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് ബാബ വിശേഷിച്ച് ദേഹം വെടിഞ്ഞുപോയ ആത്മാക്കളെ വദനത്തിൽ എമർജ് ചെയ്യുകയും ചെയ്തു. ദൃഷ്ടിയും നൽകുന്നുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്ത് അവരെ ഭോഗം സ്വീകരിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിശേഷിച്ച് സഹോദരിമാരുടെയും കുമാരിമാരുടെയും ഓർമ്മകൾ നൽകി. ബാബയോട് പറഞ്ഞു, ഇന്ന് ഈ സദ്ഗുരുവാറിൽ ഇവരുടേത് അവസാനത്തേതാണ്. ഇത് കഴിഞ്ഞ് അവരവരുടെ സേവാസ്ഥാനങ്ങളിലേക്ക് പോകും. ബാബ പറഞ്ഞു, ട്രെയിനിങ് എടുക്കുക എന്നാൽ ട്രെയിൻഡ് ആവുക എന്നാണ്. ബാബ പറഞ്ഞു, ഓരോ കമ്പനിക്കും അതിൻ്റേതായ വിശേഷ മാർക്ക് അഥവാ അടയാളം ഉണ്ടായിരിക്കും. അതേപോലെ ബാബയുടെ പുത്രിമാർ ബാബയുടേതായി മാറുമ്പോൾ അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് BK എന്ന മുദ്ര പരിപക്വമായി പതിയുന്നു. ആ ബ്രഹ്മകുമാരി ജീവിതത്തിൽ ഒരു പ്രകാരത്തിലുമുള്ള കാര്യങ്ങളോ, അതായത് പ്രശ്നങ്ങളോ അടയാളങ്ങളോ, ഒരു പ്രകാരത്തിലുമുള്ള വിഘ്നങ്ങളോ വരരുത്. ഈ കാര്യത്തിൻ്റെ വിശേഷ പുരുഷാർത്ഥം ചെയ്യണം. ബാബ പറഞ്ഞു, നല്ലതാണ്. ബാബയുടെ വീട്ടിൽ നിന്നും വിശേഷിച്ച് സ്വയം തന്നെ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ബാബ പറഞ്ഞു, ഇങ്ങനെയുള്ള നിറവുള്ള കുട്ടികൾ ബാബയുടെ വീടിൻ്റെ അലങ്കാരമാണ്. ബാബയും ഇവരുടെ സേവനത്തിന് നിമിത്തമായ ടീച്ചർ സഹോദരിമാരും ഇവരെ സ്നേഹപൂർവ്വം അലങ്കരിച്ചു. ദിവ്യ ഗുണങ്ങളുടെ മാല അണിയിച്ചു. അപ്പോൾ ബാബ ഇന്ന് വിശേഷിച്ച്
പുത്രിമാരുടെ അലങ്കാരങ്ങൾ വദനത്തിൽ നോക്കുകയാണ്. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.